ചില സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം ഓഫായി പോകുന്ന അവസ്ഥകൾ വരാറുണ്ട്. ഭയം നമ്മളെ നിരാശയിലേക്ക്, ആശയെ ഓഫ് ചെയ്ത്, പ്രതീക്ഷകളെ ഓഫ് ചെയ്ത്, വിശ്വാസത്തിൻ്റെതായിട്ടുള്ള വയറിനെ കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മളെ മൊത്തത്തിൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഭയമുണ്ട്, ഒരു പിശാചിന്റെ തന്ത്രമുണ്ട്. പ്രതിസന്ധിയിൽ നമ്മുടെ ഹൃദയത്തെ നിക്ഷേപിച്ചാൽ നമ്മുടെ അനുഭവങ്ങളും അതിനൊത്തവണ്ണമായിരിക്കും. മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. യേശു കർത്താവ് ശിഷ്യന്മാരോടൊപ്പമുള്ള ഒരു നല്ലൊരു ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞു, പിള്ളേരെ നിങ്ങൾ ബോട്ടിൽ കയറി നിങ്ങൾ അക്കരയ്ക്ക് പോവുക, അക്കരയ്ക്ക് ഇനി നമുക്ക് അടുത്ത ശുശ്രൂഷകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ അല്പസമയം പ്രാർത്ഥിച്ചു വെച്ച് വരാം, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നിങ്ങളെ ജോയിൻ ചെയ്തോളാം. സാധാരണയായിട്ട് അവർ വിചാരിച്ച് കാണും കർത്താവ് ചില ഫ്ലൈറ്റിൽ വരുമായിരിക്കും, ഞങ്ങളെ ബോട്ടിൽ അയച്ചിട്ട്, ഞങ്ങളെ പടകിൽ അയച്ചിട്ട് കർത്താവ് ഫ്ലൈറ്റിൽ വരുമെന്ന് വിചാരിച്ച് കാണും. ഓക്കെ, കർത്താവ് ബിസിനസ് ക്ലാസ്സിലൊക്കെ വന്നോളൂ എന്ന് പറഞ്ഞ് അവർ തിരിക്കുന്നു. പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരയ്ക്ക് വിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അങ്ങനെ ഈ ശിഷ്യന്മാർ ബോട്ടിൽ കയറി അവർ തുടരുന്നു. യാത്ര തുടർന്ന് കടലിൻ്റെ ഏകദേശം നടുക്കുഭാഗത്തേക്ക് എത്തുന്നു. നടുക്കുഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും ഭയങ്കര കാറ്റും പ്രതികൂലവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കാറ്റും പ്രതികൂലം കാരണം പടക് ആഞ്ഞുലയുന്ന ഒരനുഭവമായിരുന്നു. വളരെയധികം അവർ വലഞ്ഞുപോയി. 25 വാക്യം. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ഇത് വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകുന്നൊരു ചിന്ത, സബ്ജക്റ്റൊന്നുമല്ല എങ്കിലും നൽകിയപ്പെട്ട ഒരു ചിന്ത ഒന്ന് പറഞ്ഞോടെ. സുവിശേഷ വേല എന്ന് പറയുമ്പോൾ അവൻ കണ്ടോ, ഓൾ നൈറ്റ് ഇവിടെ യാത്ര ചെയ്യുക. ഹല്ലേലൂയ. ഉറക്കമില്ലാതെ, ഊണില്ലാതെ, രാത്രിയാണ്. രാത്രിയിൽ 4-ാം യാമത്തിൽ ശിഷ്യന്മാരെന്ത് ചെയ്യുക? സുവിശേഷ വേലയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ ചില സമയത്തിൽ സുവിശേഷ വേല എന്ന് പറയുമ്പോൾ അതിനകത്ത് സമയവും ഡിസിപ്ലിനും സിസ്റ്റവും ഒന്നും ചിലപ്പോൾ എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നില്ല. ദൈവം എപ്പോൾ എവിടെ പോകാൻ പറഞ്ഞാൽ, എന്ത് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ നമ്മൾ തയ്യാറായിക്കോണം. ഹല്ലേലൂയ. ചിലപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചാണ് കർത്താവ് ഹോട്ടലെടുത്ത് കിടക്കാൻ പോയി കാണാം, ഞങ്ങളെ ഇവിടെ ബോട്ടിൽ പാതിരാത്രി ഞങ്ങളെ യാത്ര ചെയ്യാൻ വിട്ടെന്ന് ചിലപ്പോൾ ചിന്തിച്ച് കാണുമായിരിക്കാം. പക്ഷെ അതല്ല. കർത്താവ് എന്ത് ചെയ്യായിരുന്നു? കർത്താവും ഉറങ്ങുകയല്ലായിരുന്നു. കർത്താവ് എന്ത് ചെയ്യായിരുന്നു? രാത്രി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സുവിശേഷ വേലയുടെ ആഴമൊന്ന് മനസ്സിലാക്കണം. സബ്ജക്റ്റ് നമ്മുടെ അതല്ല എങ്കിലും പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തിയ ഒരു ചിന്ത ഞാൻ ഷെയർ ചെയ്തു. 26-ാം വാക്യം. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി അപ്പോൾ കർത്താവ് ഫ്ലൈറ്റിൽ വന്നിറങ്ങിയില്ല, കർത്താവ് നടന്നു വന്നു. സ്തോത്രം. വളരെ വേഗത്തിൽ നടന്ന് ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഈ മനുഷ്യന്മാർ, ഈ ശിഷ്യന്മാരൊന്നും ഇതുവരെയും ഒരു വ്യക്തി കടലിൻ്റെ മുകളിൽ നടക്കുന്ന ഒരു സംഭവമേ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി ഇതുവരെയും കാണാത്തൊരു കാഴ്ച കണ്ടപ്പോൾ ശിഷ്യന്മാർ കരുതി ഇതേതോ ഭൂതമാണ് കടന്നു വരുന്നത്. അതാണ് ഇവിടെ വായിച്ചത്. ശിഷ്യന്മാർ ഭ്രമിച്ചു. അവർ പേടിച്ചിട്ട് അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു. ഭൂതം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും നിലവിളിക്കാൻ തുടങ്ങി. എന്നിട്ടെന്ത് സംഭവിച്ചു? ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആരും പ്രതികരിച്ചില്ല. പക്ഷെ ഒരുത്തൻ പ്രതികരിച്ചു. എല്ലാവരും അപ്പോഴും ഭൂതമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഒരുവൻ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, യേശു ഈ പത്രോസ് വെച്ച ഡിമാൻഡിന് കൊടുത്ത ഒരു ഉത്തരം എന്താണെന്ന് ശ്രദ്ധിക്കുക. വരിക. ഹല്ലേലൂയ. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇവിടെ പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസം നാം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. 12 ശിഷ്യന്മാരും പടകിലുണ്ടായിരുന്നു. എല്ലാവരും ഭൂതമെന്ന് നിലവിളിച്ചപ്പോഴും പത്രോസും ഭൂതമാണെന്ന് കരുതിയെങ്കിലും അവനിലുള്ള വിശ്വാസം ഇപ്രകാരമായിരുന്നു. എൻ്റെ യേശു കർത്താവ് അടുക്ക വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെള്ളത്തിൻ്റെ മേലെ
കർത്താവ് നടന്ന പോലെ നടക്കാൻ പറ്റുമെന്ന് തനിക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ഒരാഴമേറിയ വിശ്വാസമുണ്ടായിരുന്നു. ഹല്ലേലൂയ. മാനുഷികമായി നാം ഈ ഒരു സാഹചര്യത്തെ പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യന് വെള്ളത്തിൻ്റെ മേലെ നടക്കാൻ പറ്റത്തില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ബോയൻസി, ഡെൻസിറ്റി എന്നൊക്കെ തുടങ്ങിയ ശാസ്ത്രീയ ഘടകങ്ങളും നിയമങ്ങളും അനുസരിച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യന് തികച്ചും വെള്ളത്തിൻ്റെ മേലെ നടക്കാൻ പറ്റത്തില്ല. അവൻ വെള്ളത്തിൻ്റെ മേലെ അവൻ്റെ ശരീരത്തെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? മുങ്ങിപ്പോകും. ഹല്ലേലൂയ. മറ്റ് 11 ശിഷ്യന്മാരും അവരുടെ ചിന്താഗതി ഇത്തരത്തിൽ പോയില്ല. യേശു കടലിൻ മേലെ നടന്നെങ്കിൽ എൻ്റെ യേശു വിചാരിച്ചാൽ ഞങ്ങൾക്കും കടലിൻ്റെ മേലെ നടക്കാൻ പറ്റുമെന്ന്. മറ്റുള്ളവർ വിചാരിച്ചത് ഇപ്രകാരമായിരുന്നു. അവരുടെ ചിന്ത അത്തരത്തിൽ പോലും പോയില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ. കടലിന് മേൽ നടക്കുക, ഇത്രയും കടൽ വഷളായിരിക്കുന്ന ഇങ്ങനൊരു സന്ദർഭത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യം എന്ന് മനസ്സുകൾ നിരൂപിച്ചിരുന്നപ്പോഴും ഒരു പത്രോസിൻ്റെ മനസ്സ് വ്യത്യസ്തമായി ചിന്തിച്ചു. എൻ്റെ കർത്താവ് ഒരു വാക്കെങ്കിലും കൽപ്പിച്ചു കഴിഞ്ഞാൽ ഏതൊരു അസാധ്യവും എൻ്റെ ജീവിതത്തിൽ സാധ്യമാകും. ഹല്ലേലൂയ. ആമേൻ. പ്രശ്നങ്ങൾ എത്ര വലുതായാലും, പ്രതിസന്ധികൾ എത്ര വലുതായാലും, കാറ്റെത്ര ശക്തമാണെങ്കിലും, തിരമാല എത്ര ഉയരത്തിൽ വന്നാലും എൻ്റെ യേശപ്പച്ചൻ എന്നെ നോക്കി ഒരു വാക്ക് കൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങളുടെ മുകളിലൂടെ എനിക്ക് നടക്കാൻ കഴിയുമെന്നൊരു പത്രോസിനൊരു തിരിച്ചറിവുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തിരമാലകളും കാറ്റിൻ്റെ ഒക്കെ അനുഭവങ്ങൾ സ്വാഭാവികമായി കടന്നു വരാറുണ്ട്. മനസ്സിനകത്തു തിരമാലകൾ കടന്നു വരാറുണ്ട്. ഭവനത്തിനകത്തു തിരമാലകൾ കടന്നു വരാറുണ്ട്. സാമ്പത്തിക മേഖലകൾക്കകത്തു തിരമാലകൾ കടന്നു വരാറുണ്ട്. ഒത്തിരിയധികം നമ്മൾ ചഞ്ചലിച്ചു പോകുന്ന, ഒരു സ്റ്റെബിലിറ്റി അനുഭവിക്കാൻ കഴിയാതെ വണ്ണം, ഒരു നിലനിൽപ്പ് അനുഭവിക്കുവാൻ, ഉറപ്പ് നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ വന്ന് നാം ഒഴുകിപ്പോകുന്ന, ചാഞ്ചാടിപ്പോകുന്ന, ചലിച്ചു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. വിശ്വാസ ജീവിതത്തിലും അപ്രകാരം തന്നെ കടന്നു വരാറുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ സ്ഥിതിഗതികൾ, നമ്മുടെ സാഹചര്യങ്ങൾ എത്ര തന്നെ നമ്മളെ ചലിപ്പിച്ചാലും ചലിപ്പിക്കാതെ ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തുവിൽ നമ്മളൊന്ന് ആശ്രയം വെച്ചു കഴിഞ്ഞാൽ, കാറ്റ് വന്നാലും മഴ വന്നാലും അവൻ ഒഴുകി പോകാതെ വണ്ണം നിലനിർത്തുവാൻ ആ ദൈവം ശക്തന്, അവൻ യോഗ്യന്, അവൻ പവർഫുള്ള്, അവൻ യോഗ്യന്, അവൻ മതി. ഹല്ലേലൂയ. ആ പാറ മതി. സ്തോത്രം. വേറൊരു മേഖല, വേറൊരു സൊല്യൂഷൻ നമുക്ക് ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കൊരു പ്രത്യേകതയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്വങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. ശ്രദ്ധിക്കുക, ദൈവം പറയുക, ദൈവം അരുളി ചെയ്യുന്നത് ഇപ്രകാരമാണ്: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുക, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ വിചാരിക്കുന്നത്, നിങ്ങളുടെ സിസ്റ്റം പോലെയല്ല എൻ്റെ സിസ്റ്റം, നിങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെയല്ല ഞാൻ പ്രവർത്തിക്കുക. ഞാനെന്ന് ഉദ്ദേശിക്കുമ്പോൾ ദൈവം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അരുളപ്പാട് 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിൾ പറയുക, നമ്മുടെ ഐഡിയാസ്, നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിരൂപിച്ചിരിക്കുന്ന സൊല്യൂഷൻസ് ഈ ഒരു ലെവലാണെങ്കിൽ ദൈവം പറയുക, ദൈവത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതുക്കും മേലെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാം നിരൂപിച്ചു വെച്ചിരിക്കുന്ന, നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഓരോ രീതികളുണ്ട് അല്ലേ? ദൈവത്തിൻ്റെ തിരുവചനവും നമ്മൾ വായിച്ചത് അത് തന്നെയല്ലോ. ആമേൻ. നമ്മുടെ വിചാരങ്ങളെക്കാൾ, നാം നിരൂപിച്ചു വെച്ചിരിക്കുന്ന സിസ്റ്റത്തെക്കാൾ ഉയർന്ന സിസ്റ്റത്തിൽ, ഉയർന്ന വിചാരങ്ങൾ, ഉയർന്ന കാര്യങ്ങൾ ചെയ്യുന്നവനത്രേ നമ്മുടെ ദൈവം. കാരണമുണ്ട്, അവൻ സകലത്തിലും വലിയവനത്രേ. ഹല്ലേലൂയ. അവൻ സർവ്വശ്രേഷ്ഠനായ ദൈവം അത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ 24 മണിക്കൂറും യേശുവിൻ്റെ കൂടെയാണ് നടന്നത്. ആമേൻ. എങ്കിലും മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ ആമേൻ, ഒരു വ്യക്തികൾ പോലും
ആ ശ്രേഷ്ഠതയെ മനസ്സിലാക്കിയിട്ട് പത്രോസ് ഒഴികെ ബാക്കി ഒരാൾ പോലും അവരുടെ വിശ്വാസത്തെ പ്രകടമാക്കിയില്ല. അവരെല്ലാവരും അപ്പോഴും ഭയന്നിരുന്നു. ഹല്ലേലൂയ. ഭ്രമിച്ചിരുന്നു. ചില സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം ഓഫായി പോകുന്ന അവസ്ഥകൾ വരാറുണ്ട്. സ്വിച്ച് ഓഫായി പോകുന്നത് പോലെ നമ്മുടെ മൈൻഡ്, നമ്മുടെ വിശ്വാസം കംപ്ലീറ്റ്ലി അങ്ങ് ഓഫായി പോകും, ബ്ലാങ്ക് ആവും. എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണമോ? ദൈവത്തോട് അപേക്ഷിക്കണമോ? പ്രേക്ഷകരിലൊന്ന് പോകണമോ? എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടാതെ ഓഫായി പോകുന്ന അനുഭവങ്ങൾ. ഭയം നമ്മളെ നിരാശയിലേക്ക്, ആശയെ ഓഫ് ചെയ്ത്, പ്രതീക്ഷകളെ ഓഫ് ചെയ്ത്, വിശ്വാസത്തിൻ്റെതായിട്ടുള്ള വയറിനെ കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മളെ മൊത്തത്തിൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഭയമുണ്ട്. ഹല്ലേലൂയ. ഒരു പിശാചിൻ്റെ തന്ത്രമുണ്ട്. ഇവിടെ കർത്താവിനോടൊപ്പം 24 മണിക്കൂർ നടന്ന ശിഷ്യന്മാർക്ക് സംഭവിച്ചതിനെ ഭയം വന്നപ്പോൾ അവരുടെ മൈൻഡ് ഓഫായി, അവരുടെ വിശ്വാസം ഓഫായിപ്പോയി. പക്ഷേ അവിടെയും ഒരു പത്രോസ്, ഹല്ലേലൂയ, എടുത്തുചാട്ടക്കാരനെന്ന് ചിലരൊക്കെ അവനെ പേര് വിളിച്ചു, ചിലരൊക്കെ അവനെ കളിയാക്കി. അവൻ എടുത്തുചാട്ടക്കാരനാ, അവൻ വിട്ടിൽ ചാടുന്നത് പോലെ ചാടുന്നവനാ. പക്ഷേ ആരൊക്കെ എന്തെല്ലാം പേര് വിളിച്ചാൽ പത്രോസെ ദൈവം നിന്നെ കാണുന്നത് ഉറപ്പുള്ളൊരു വിശ്വാസിയായിട്ടാ, എന്നെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയായിട്ടാ. ഹല്ലേലൂയ. ഒരിക്കൽ ഇതേ പത്രോസിനോട് തന്നെ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. പത്രോസേ, ഞാൻ ആരെന്ന് നീ പറയുന്നു? ഞാൻ ആരെന്ന് നിനക്ക് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ചിലർ പറയുന്നു നീ ഏലിയാബാണ്, ചിലർ പറയുന്നു നീ മോശയാണ്, ചിലർ പറയുന്നു നീ പ്രവാചകനാണ്. അപ്പോൾ യേശു കർത്താവ് വീണ്ടും ചോദിച്ചു, പത്രോസ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ പത്രോസ് പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു, നീ സാക്ഷാൽ ദൈവപുത്രനാകുന്നു. അപ്പോൾ കർത്താവ് ഒരു മറുപടി കൊടുത്തു, പത്രോസേ, ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് ഉണർത്തിച്ചു തന്നത്, പിതാവായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നിനക്ക് ഉണർത്തിച്ചു തന്ന ഒരു സ്വർഗീയ മർമ്മമായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം നിന്നെ എടുത്തുചാട്ടക്കാനാന്ന് നിന്റെ വിശ്വാസ ജീവിതം വെച്ച് പറഞ്ഞു കാണാം. ഒരല്പം വിശ്വാസം കൂടിപ്പോയി, ഇത്രയൊന്നും ഓവറാകേണ്ടതില്ല, ഇത്രയൊന്നും ഒരുപാടാകേണ്ടതില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്ന പറയുമ്പോഴും പത്രോസേ, ലോകത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളെ കണ്ട് പിന്മാറുന്നൊരു വ്യക്തിയാകരുത്. ദൈവം നിന്നിൽ കണ്ടിരിക്കുന്നൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നിൻ്റെ ഈ വിശ്വാസമാണ്. ഹല്ലേലൂയ. കാറ്റായാലും കടലായാലും തിരമാലയായാലും കർത്താവേ എന്നോടൊന്ന് നടന്നു വരാൻ കൽപ്പിച്ചാൽ ഞാൻ വിശ്വസിക്കാം നീ ദൈവമായെന്ന് പറഞ്ഞ് ദൈവം കൽപ്പിച്ചാൽ എനിക്ക് നടക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളൊരു വിശ്വാസം. അപ്പോൾ നിന്നിൽ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എനിക്ക് ഉറപ്പായി എൻ്റെ ജീവിതം ശരിയാകും. നീ എന്നോട് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ കാൽ കീഴിലാകുമെന്നുള്ളൊരു ഉറപ്പുള്ള വിശ്വാസം. എത്ര പേർക്ക് രാത്രിയിൽ വിശ്വാസത്തോടെ പറയാൻ കഴിയും, അപ്പാ എന്നോടൊരു വാക്ക് കൽപ്പിക്കാമോ, എന്നോടൊരു വാക്ക് കൽപ്പിക്കാമോ? ഞാൻ വിശ്വസിക്കുന്നു പിതാവേ, നിന്റെ ഒരു വാക്ക് മതി എനിക്ക് എൻ്റെ പ്രശ്നങ്ങളെ നേരിടുവാൻ, നിന്റെ ഒരു വാക്ക് മതി, ഞാൻ ഈ പ്രശ്നങ്ങളെ മേൽ എൻ്റെ കാൽ വെച്ച് ഞാൻ മറികടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരുടെ ജീവിതത്തിൽ കാറ്റുണ്ട്, എല്ലാവരുടെ ജീവിതത്തിൽ തിരമാലകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ തിരമാലയും കാറ്റിൻ്റെയും ആക്രമണം കടന്നു വരുന്നത് പലപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിലാണ്. ഒരു സമയം നോക്കുമ്പോൾ മൈൻഡെല്ലാം ഓക്കെ, സന്തോഷം, സമാധാനം, തൃപ്തി. അടുത്ത സെക്കൻഡ് നോക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് തിരമാലകൾ വരുന്നു. ചിലപ്പോൾ ഒരു ഫോൺ കോളിലൂടെ ആയിരിക്കാം തിരമാല വരുന്നത്, ചിലപ്പോൾ ഒരു മെസ്സേജിലൂടെ ആയിരിക്കാം ഒരു തിരമാല വരുന്നത്, ചിലപ്പോൾ ഒരു പോസ്റ്റിലൂടെ ആയിരിക്കാം ഒരു തിരമാല കടന്നു വരും, ചിലപ്പോൾ ഒരു ലെറ്ററിലൂടെ ആയിരിക്കാം, ഒരു നോട്ടീസിലൂടെ ആയിരിക്കാം, ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളിലൂടെ ആയിരിക്കാം. നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തെ കെടുത്തുന്ന രീതിയിൽ, നമ്മുടെ സ്വസ്ഥതയെ കെടുത്തുന്ന രീതിയിൽ, നമ്മുടെ മനസ്സിനെ ചഞ്ചലിപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളിലേക്ക് നമ്മളെ തള്ളിയിടുന്ന, നമ്മളെ മുക്കിക്കളയുന്നത് അനുഭവങ്ങൾ പ്രതീക്ഷിക്കാത്ത പല സന്ദർഭങ്ങളിലൂടെ പെട്ടെന്ന് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ അവിടെയും ഇന്ന് ഈ ഒരു വചനധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ഒരു പോംവഴി പ്രകാരമാണ്
പ്രശ്നങ്ങൾ വരുമ്പോൾ മുങ്ങിത്താഴാതിരിക്കണമോ? പ്രശ്നങ്ങളിലേക്ക് നിന്റെ ശ്രദ്ധയെ തിരിക്കുന്നതിലുപരിയായി നിന്നെ പ്രശ്നങ്ങളുടെ മുകളിലൂടെ നടത്തുമാറാക്കുന്ന യേശു ക്രിസ്തു എന്ന പരിഹാരകനാകുന്ന ഏക സത്യ ദൈവത്തിങ്കലേക്ക് നിന്റെ കാഴ്ചയെ, നിന്റെ ശ്രദ്ധയെ, നിന്റെ മനസ്സിനെ, നിന്റെ ഹൃദയത്തെ, നിന്റെ ആത്മാവിനെ, നിന്റെ പ്രാർത്ഥനയെ, നിന്റേതായിട്ടുള്ള സമയത്തെ, നിന്റെ ആശ്രയത്തെ, നിന്റെ വിശ്വാസത്തെ ഒന്ന് പരമേൽപ്പിക്കുകയാണെങ്കിൽ കാറ്റിനും തിരമാലയ്ക്കൊന്നും ഒരു പവറുമില്ല. യേശു എന്നത് നിന്റെ ജീവിതത്തിലെ കാറ്റിനേക്കാളും, നിന്റെ ജീവിതത്തിലെ തിരമാലയെക്കാളും, നിന്റെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികളെക്കാളും സർവശക്തനത്രേ അവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് തിരമാലയെ മൈൻഡ് ചെയ്യാതെ, കാറ്റിനെ മൈൻഡ് ചെയ്യാതെ യേശുവിലേക്ക് മാത്രം നോക്കി, യേശു പറഞ്ഞ വാക്ക് മാത്രം ഏറ്റെടുത്തുകൊണ്ട് അവൻ കടലിൻ്റെ മേലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ സംഭവിച്ചതൊന്നാണ്. അവൻ മുങ്ങിയില്ല, അവൻ നടന്നു. ഹല്ലേലൂയ. അവൻ മുങ്ങി താഴ്ന്നില്ല. കടൽ പറഞ്ഞു, കാറ്റ് പറഞ്ഞു, ഞാൻ നിന്നെ ഇപ്പം മുക്കിക്കളയും, നിന്നെ ഇപ്പോൾ ഞാൻ നശിപ്പിച്ച് കളയും. പക്ഷേ പത്രോസ് കാറ്റിൻ്റെയും കടലിൻ്റെയും അവകാശവാദങ്ങളോ ഭീഷണി സ്വരങ്ങളോ നിന്റെ മനസ്സിനൊക്കെ തകർക്കുവാനുള്ള ആയുധങ്ങളെ ഒന്നും വകവയ്ക്കാതെ യേശു ക്രിസ്തുവിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കി കർത്താവ് തന്ന വാക്കിൽ മാത്രം മുറുകെ പിടിച്ചപ്പോൾ അവൻ കാറ്റിനെയും കടലിനെയും വകവയ്ക്കാതെ സമുദ്രത്തിന്റെ മുകളിലൂടെ നടന്നെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒന്ന് തിരിച്ചറിയണം. നീയും ഇന്നൊരു തീരുമാനമെടുത്ത് നിന്റെ പ്രശ്നങ്ങളെ, നിന്റെ ബുദ്ധിമുട്ടുകളെ നീ വില കൽപ്പിക്കാതെ അതെല്ലാം നിസ്സാരമെന്നെ. എൻ്റെ ദൈവം അതിനേക്കാളും വലിയവന്, എൻ്റെ കടബാധ്യതയെക്കാളും വലിയവൻ എൻ്റെ ദൈവം, എൻ്റെ രോഗത്തെക്കാളും വലിയവൻ എൻ്റെ ദൈവം, എൻ്റെ ആത്മീക ജീവിതത്തിൽ വരുന്ന ശോധനകളെക്കാളും വലിയവൻ എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഒരു ദൈവ ശബ്ദമായിരിക്കുക, ഒരു ദൂതായിരിക്കുക, ഒരു പ്രവചനമായിരിക്കുക, ഒരു വചനമായിരിക്കുക. അവൻ ദൈവം നൽകിയ അതിലൊന്ന് ആഴമായി മുറുകെ പിടിച്ച് ഒരു പിടിവള്ളിയായി നിനക്കൊന്ന് പിടിച്ചു കയറാമെങ്കിൽ ഈ കടൽ നിന്നെ മുക്കത്തില്ലാന്ന്, ഈ പ്രശ്നം നിന്നെ മുക്കത്തില്ലാന്ന്, ഈ പ്രതിസന്ധികൾ നിന്നെ തകർക്കത്തില്ല. ദൈവം നിന്നെ വഴി നടത്തും. കാരണം നാം ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ്. ആമേൻ, ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ തിരുവചനം ഇപ്രകാരമാണ് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. 10-ാം അധ്യായം 13-ാമത് വാക്യം, കർത്താവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഏത് തകർച്ചയുടെ, ഏത് തോൽവിയുടെ, ഏത് നാശത്തിൻ്റെ മുൾമുനയിൽ നിന്നാലും ദൈവത്തിൻ്റെ വചനം പറയുക, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും സാഹചര്യം നോക്കാതെ, റിഗാർഡ്ലെസ് ഓഫ് യുവർ സിറ്റുവേഷൻസ്, റിഗാർഡ്ലെസ് ഓഫ് യുവർ സർക്കംസ്റ്റാൻസസ്, റിഗാർഡ്ലെസ് ഓഫ് any possibilities according to the word, God is able to save you. നിന്റെ സാഹചര്യങ്ങൾക്കും നിന്റെ പരിസ്ഥിതികൾക്കും സാധ്യതകൾക്കും അപ്പുറമായി കർത്താവിൻ്റെ നാമത്തിൽ വിളിച്ചപേക്ഷിച്ചു കഴിഞ്ഞാൽ നീ രക്ഷ പ്രാപിക്കുമെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇത് എബീശാലോമിൻ്റെ വാക്കല്ല, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഇന്ന് എത്ര പേർക്ക് ഏറ്റെടുക്കുവാനേ കഴിയോ? എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ് എൻ്റെ യേശപ്പച്ചൻ്റെ നാമത്തെ ഒന്ന് വിളിച്ചപേക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷ പ്രാപിക്കും, ഞാൻ പുറത്ത് വരും, എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ രക്ഷ പ്രാപിക്കുന്നതിന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കാരണം അവൻ്റെ നാമം സകലത്തിനും മേലായ നാമം. ദൈവത്തിൻ്റെ തിരുവചനം വീണ്ടും ഇപ്രകാരമാണല്ലോ വിളിച്ചു പറയുന്നത്, നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമം അത് യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. രക്ഷയ്ക്ക് വേണ്ടി, മാനവരാശിയുടെ ഉദ്ധാരണത്തിന് വേണ്ടി അവൻ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം അത് യേശുവിൻ്റെ നാമമെന്ന്. ഹല്ലേലൂയ. എബി ബ്രദറിനെ വിളിച്ചു കഴിഞ്ഞാൽ ലിമിറ്റുണ്ട്. ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിന് വാക്ക്, അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നേ, സത്യമായിട്ട്. ഹല്ലേലൂയ. 10 രൂപ ചോദിച്ചാൽ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. ഹല്ലേലൂയ. സത്യസന്ധമായി പറയാലോ. 10 രൂപയൊക്കെ ആണെങ്കിൽ ഓക്കെ, 100 രൂപയാണെങ്കിലും ചിലപ്പോൾ ഓക്കെ, പക്ഷേ അത് എപ്പോഴും ആയാലും നടക്കൂല. ഹല്ലേലൂയ. സ്തോത്രം. കാരണം എൻ്റെ ബാങ്കിൽ പോലും ചിലപ്പോൾ 5 രൂപ പോലും കാണാത്ത സന്ദർഭങ്ങളുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പേഴ്സലാണെങ്കിൽ 1 രൂപ പോലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ടൈറ്റ് ചെയ്ത് ലോൺ അടയ്ക്കാനുള്ള പൈസ ടൈറ്റ് ചെയ്ത് പോകുന്ന സന്ദർഭങ്ങളും ഉണ്ട്. ചിലപ്പോഴൊക്കെ ദേഷ്യം വരെ വന്നിട്ടുണ്ട്. ആമേൻ. സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാമല്ലോ, ദേഷ്യം വരെ വന്നിട്ടുണ്ട് പൈസ ഇല്ലാത്തത് കൊണ്ട്. ചിലവ് ഒത്തിരി ഉണ്ട്, പക്ഷെ പൈസ ബാങ്കിലോ കയ്യിലോ ഇല്ല. ഇത് കാരണം ദേഷ്യം വന്നിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട്, പലപ്പോഴും വരാറുണ്ട്. പല കുടുംബങ്ങൾക്കതും പ്രശ്നങ്ങളും വഴക്ക് നടക്കുന്ന ഇത് തന്നെയാണ്, പൈസ ഇല്ലായ്മ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എബി ബ്രദറിൻ്റെ പേര് നിങ്ങളുടെ കോണ്ടാക്റ്റ് നിങ്ങളുടെ ഫോൺ ആപ്പിലെടുത്ത് അതിൽ കിടക്കുന്ന നമ്പർ എടുത്ത് വിളിച്ചാലും
അവൻ ഷാജി ബ്രദറിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് വിളിച്ചാലും, ഷാലോം പ്രെയർ ലൈൻ എന്ന് അടിച്ചിട്ടിരിക്കുന്ന ഷാലോം ചർച്ചിൻ്റെ പേര് നിങ്ങളുടെ ഫോണിൽ അടിച്ച് വിളിച്ചാലും അവൻ ഒരുപക്ഷെ നിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം 100% കിട്ടിയില്ല എന്ന് വരാം. പക്ഷെ ഞാൻ ഒരു ഗ്യാരണ്ടി തരാം, യേശു ക്രിസ്തു എന്ന നാമത്തിലേക്ക് നീ വിളിച്ചപേക്ഷിച്ചാലുണ്ടല്ലോ, അവൻ രക്ഷയല്ലാതെ മറ്റൊന്നുമില്ലാതെ, രക്ഷയല്ലാതെ മറ്റൊന്നുമില്ല. രക്ഷ ഗ്യാരണ്ടിയാ, അവൻ വിടുതൽ ഗ്യാരണ്ടിയാ. നിന്റെ ജീവിതം വിടുതൽ പ്രാപിക്കുമെന്നത് അവൻ 100% ഉറപ്പാ. സംഖ്യാപുസ്തകം നാം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, അവൻ 6-ാം അധ്യായം 22-ാം വാക്യം, അവൻ 23 ഇങ്ങനെ പറയുന്നു, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് അവൻ ചൊല്ലേണ്ടത് എന്തെന്നാ, യഹോവ നിന്നെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ചു നിന്നോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. മോശയോടും കർത്താവ് പറഞ്ഞു കൊടുത്ത പരിഹാരം ഇതാ. മോശയെന്ന് വിളിച്ചാൽ ലിമിറ്റുണ്ട് മോശ, അതുകൊണ്ട് നീ വലിയ ആളൊന്നും ആകണ്ട. അഹരോനെ എന്ന് വിളിച്ചാലും ലിമിറ്റുണ്ട്. പ്രൈസ് ഗോഡ്. അവൻ മിരിയാമിനെ വിളിച്ചാലും ലിമിറ്റുണ്ട്, ഇനി സിപ്പോറയെ വിളിച്ചാലും ലിമിറ്റുണ്ട്. പക്ഷേ യഹോവേ നിന്റെ പ്രകാശം, ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ എന്ന് യഹോവയുടെ നാമം നീ നിന്റെ നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുക, ഞാൻ അവരെ അനുഗ്രഹിക്കും. ദൈവം പറയുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എപ്പോൾ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങൾ നിന്നെ മുങ്ങി താഴ്ത്തുവാൻ, മുക്കിക്കളയുവാൻ, അവൻ നിന്റെ മനസ്സിനെ ചഞ്ചലിപ്പിച്ച് നിന്റെ ജീവിതത്തെ മുക്കിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ മുക്കാൻ അനുവദിക്കാതെ വണ്ണം നീ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തിങ്കിലേക്ക് നോക്കി, അവൻ ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ വകവെക്കത്തില്ല, എൻ്റെ ദൈവത്തെ മാത്രം ഞാൻ വകവെക്കും, എൻ്റെ ദൈവത്തെ മാത്രം ഞാൻ ഫലമേൽപ്പിക്കുന്നു, എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയം വെക്കുമെന്ന് അവൻ നിനക്കൊരു ഉറപ്പുള്ളൊരു വിശ്വാസമുള്ളൊരു വ്യക്തിയാണോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ പത്രോസിന് ഒരു പ്രശ്നം പറ്റിപ്പോയി കേട്ടോ. ദൈവം പറഞ്ഞ വാക്ക് കേട്ടവൻ ഇറങ്ങി തിരിച്ചു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പത്രോസ് അവൻ്റെ മുഖം തിരിച്ചു. യേശുവിൽ മാത്രം നോക്കി, യേശു പറഞ്ഞ വാക്ക് മാത്രം കേട്ട് സഞ്ചരിച്ച പത്രോസ്. പിശാചിൻ്റെ ആക്രമണം നോക്കണേ, പിശാചിൻ്റെ ആക്രമണം നോക്കണേ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവനാ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കടലിൻ്റെ മേൽ നടന്നവനാ. മനസ്സിലാകുന്ന ആഴങ്ങൾ മനസ്സിലാകുന്ന, പ്രശ്നങ്ങളെ അതിജീവിച്ചവനാ, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്ന് അനുഭവിച്ചവനാ, ദൈവത്തിൻ്റെ ശക്തിയാൽ എന്തും കഴിയുമെന്ന് സ്വജീവിതത്തിൽ അനുഭവിച്ചവനാ. മനസ്സിലാകുന്നുണ്ടോ? സാക്ഷ്യമുള്ളവനാ, അനുഭവം കിട്ടിയവനാ, സൗഖ്യം കിട്ടിയവനാ, കരുതൽ അനുഭവിച്ചവനാ. എങ്കിലും ഇടയ്ക്ക് വെച്ച് പകുതി വഴിയിൽ പ്രശ്നങ്ങൾ ആർത്തിരമ്പിയപ്പോൾ, കടൽ ആർത്തിരച്ചപ്പോൾ, അനുഭവം കിട്ടിയവനായിട്ട് പോലും അവൻ കർത്താവിൽ നിന്ന് അവൻ്റെ മുഖത്തെ തിരിച്ചു. പരിഹാരകനിലേക്ക് നോക്കിയ വിടുതലെന്ന് അനുഭവിച്ചവനാ, അറിയാമെന്നുള്ളവനാ. എന്നിട്ടും അവൻ കടലിലേക്ക് നോക്കിയപ്പോൾ, തിരമാലയിലേക്ക് നോക്കിയപ്പോൾ, കാറ്റിലേക്ക് നോക്കിയപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? നടന്ന പത്രോസ്, കടലിൻ്റെ മേലെ നടന്ന പത്രോസ് മുങ്ങാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില ദൈവപ്രവർത്തികൾ, ചില വിഷയങ്ങളുടെ മേൽ വിടുതൽ ആണോ അതോ വിടുതലില്ലയോ? ഒരു ദൈവപ്രവൃത്തി ഉണ്ടോ ഇല്ലയോ? ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ? ഒരു മാറ്റം ഉണ്ടോ ഇല്ലയോ? ഒരു അനുഗ്രഹം, ഒരു നന്മ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ ജീവിതത്തിൽ ചില ഇടങ്ങളിൽ തീരുമാനിക്കുന്നത് നമ്മുടെ ശ്രദ്ധയാണെന്ന് മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധയാണെന്ന് മറക്കരുത്. നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ എവിടെ ഇരിക്കുന്നോ, നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ ഒരു മനോഹരമായൊരു വാക്യമുണ്ടല്ലോ,
മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മത്തായി 6:21, നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ഹല്ലേലൂയ. അതിനെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത് അവിടെയാണ് നിക്ഷേപമുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എവിടെയാണോ നമ്മുടെ നിക്ഷേപം വെച്ചിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നിക്ഷേപിക്കുന്നത് എവിടെയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ പല സ്റ്റോക്കുകളുണ്ട്. പ്രോഫിറ്റബിളായിട്ടുള്ള സ്റ്റോക്കുണ്ട്, അതായത് നമുക്ക് ലാഭം കിട്ടുന്ന സ്റ്റോക്കുമുണ്ട്, നഷ്ടം വരാൻ സാധ്യതയുള്ളതുമുണ്ട്. നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ ആരെങ്കിലും കൊണ്ട് നിക്ഷേപം ഇടുമോ? പോട്ടെ, നമ്മൾ സഹകരണ സംഘം തന്നെ എടുക്കാം. ഒരു സഹകരണ ബാങ്ക് അത് നല്ല നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുക, ഭയങ്കര തകർച്ചയിൽ ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അവിടെ കൊണ്ട്, അതായത് ആൾക്കാരെ ഇട്ട ഡിപ്പോസിറ്റ് പോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സഹകരണ ബാങ്ക്, നിങ്ങൾ അവിടെ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള 10 ലക്ഷം രൂപ കൊണ്ടിടുമോ? പ്രൈസ് ദി ലോർഡ്. ആഗ്രഹിക്കുന്നേ 1 കോടി രൂപയൊക്കെ കൊണ്ടിടാനുള്ള അവസരങ്ങൾ ദൈവം നിങ്ങൾക്കായി തുറക്കട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ. നല്ലതൊക്കെ ചിലത് കൽപ്പിക്കാവില്ല, അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. ഉയർത്തട്ടെ ദൈവം. 10 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ നഷ്ടക്കച്ചവടത്തിൽ കൊണ്ടിടുമോ? നിക്ഷേപിക്കുമോ? നോ, ഇല്ല, അല്ലേ? നിക്ഷേപിക്കത്തില്ല. നഷ്ടത്തിലോടുന്ന ഒരിടത്തും കൊണ്ട് നമ്മൾ നിക്ഷേപം ചെയ്യത്തില്ല. ഒരു ലാഭം കിട്ടുന്നിടത്തെ നമ്മൾ നിക്ഷേപിക്കത്തുള്ളൂ, അല്ലേ? തിന്മ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ളിടത്ത് നമ്മുടെ ഹൃദയത്തെ നിക്ഷേപിക്കുമോ നമ്മൾ? അസമാധാനം തിരികെ ലഭിക്കുവാൻ സാധ്യതയുള്ളിടത്ത് നമ്മൾ നിക്ഷേപിക്കുമോ? നമ്മുടെ ഹൃദയത്തെ നിക്ഷേപിക്കുമോ? ഇല്ല. തകർച്ച വരുവാൻ സാധ്യതയുള്ള ഒരു സന്ദർഭത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മൂഡിനെ ഓഫാക്കാൻ സാധ്യതയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയത്തെ കൊണ്ട് നമ്മൾ നിക്ഷേപിക്കുമോ? നമ്മൾ നമ്മുടെ ഹൃദയം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നുകിലൊരു ഉയർച്ച ഉണ്ടാകുന്ന, ഒരു നന്മയുണ്ടാകുന്ന, സമാധാനം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന, ജീവിതത്തിൽ തൃപ്തി കിട്ടുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തെ നിക്ഷേപിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്. നീ നിൻ്റെ ശ്രദ്ധ എവിടെ രൂപപ്പെടുന്നത്? നമ്മുടെ ഹൃദയത്തിനകത്ത്, അല്ലേ? ശ്രദ്ധ മൈൻഡിനകത്ത് സംഭവിക്കുന്നത്, ഹാർട്ടിനകത്ത്, അല്ലെങ്കിൽ സോളിനകത്ത്, മനസ്സിനകത്ത്, ഹൃദയത്തിനകത്ത്. അപ്പം നമ്മുടെ ശ്രദ്ധ നമ്മുടെ പ്രശ്നങ്ങളിൽ മാത്രമാണ് തിരിഞ്ഞിരിക്കുന്നെങ്കിൽ അതിനർത്ഥം എന്തെന്നറിയാമോ? നമ്മളെവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? പ്രശ്നങ്ങളില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ പ്രയാസപ്പെടുത്തുന്ന, നമ്മളെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി, അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? നാം നമ്മുടെ ഹൃദയത്തെ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭം കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സമാധാനം കിട്ടും, പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കേസാണോ? നടക്കുന്ന കാര്യമാണോ? ആണോ? നമ്മൾ നഷ്ടക്കച്ചവടത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമോ? ഇൻവെസ്റ്റിൻ്റെ ഇനിയും മലയാളം മനസ്സിലാകത്തോണ്ടാണ്. നിക്ഷേപിക്കുമോ? ഇല്ല. ലാഭം കിട്ടുന്നിടത്ത്, അല്ലേ? നന്മ കിട്ടുന്നിടത്ത്, സമാധാനം കിട്ടുന്നിടത്ത്, അല്ലേ? ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നാം പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചിടുക എന്ന് പറയുമ്പോൾ ഒരു നഷ്ടക്കച്ചവടത്തിൽ കൊണ്ട് നാം നമ്മുടെ ഹൃദയത്തെ നിക്ഷേപിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞോണം. ആമേൻ. ഹല്ലേലൂയ. പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, തന്നെ ശക്തിപ്പെടുത്തുന്ന, തന്നെ ബലപ്പെടുത്തുന്ന, തന്നെ ഉയർത്തുന്ന, തന്നെ നടത്തുന്ന, തന്നെ കരുതുന്ന യേശുവിൽ തൻ്റെ ശ്രദ്ധയിരുന്നപ്പോൾ തൻ്റെ ഹൃദയം യേശുവിൽ നിക്ഷേപിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എപ്പോൾ കടലിലേക്ക്, തിരമാലകളിലേക്ക്, കാറ്റിലേക്ക് തൻ്റെ ശ്രദ്ധയെ താൻ തിരിച്ചോ, തൻ്റെ ഹൃദയം അവൻ തകർച്ചയിലേക്ക്, മുക്കിക്കളയുന്ന സന്ദർഭത്തിലേക്ക്, അവൻ തകർത്തുടച്ചു കളയുന്ന ചിലതിലേക്ക് അവൻ്റെ ഹൃദയത്തെ നിക്ഷേപിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. വിതയ്ക്കുന്നതിനെ കൊയ്ത്ത് കിട്ടത്തുള്ളൂ, അല്ലേ? നിങ്ങൾ ഒരു ചക്കയരി കൊണ്ട് നട്ടിട്ട് അതിൽ നിന്ന് നല്ല ഒന്നാന്തരം കോട്ടുകോണം മാവ് പൊടിച്ചു വരണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. നിങ്ങൾ ഒരു പാവലിൻ്റെ വിത്ത് കൊണ്ട് വിതച്ചിട്ട്
അതിന്ന് വെണ്ടയ്ക്ക ആഗ്രഹിച്ചാൽ കിട്ടുമോ? ഇല്ലാന്നേ. ഹല്ലേലൂയ. പ്രതിസന്ധിയിൽ നമ്മുടെ ഹൃദയത്തെ നിക്ഷേപിച്ചാൽ നമ്മുടെ അനുഭവങ്ങളും അതിനൊത്തവണ്ണമായിരിക്കും. മറക്കരുത്. ഒരു ക്രിസ്തീയ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഭംഗി, ഏറ്റവും വലിയ മനോഹരിത, ഏറ്റവും വലിയ പ്രത്യാശ എന്താണെന്നറിയാവോ? മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നാലും എന്നോടൊപ്പം നടക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ്. ഹല്ലേലൂയ. കൂരുൾ താഴ്വരയിലൂടെ കടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാൻ പിന്നിലൊരു കാരണമുണ്ടായിരുന്നു. എനിക്കൊരു ഇടയനുണ്ട്, അവൻ്റെ പേര് യഹോവയായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇതാ നമ്മളെ ജയത്തിലേക്ക് നടത്തുന്നത്. ഈ ഒരു തിരിച്ചറിവ്, ഈ ദൈവമാ നമ്മെ ജയാളിയായി നടത്തുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ ഞാനൊരു കുടുംബത്തെ കാട്ടാക്കട പ്രയറ്റവറിൽ വെച്ച് കണ്ടുമുട്ടി. ഞാൻ തിരുമല പ്രയറ്റവറിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തിലാണ്. രാത്രി എനിക്ക് തോന്നുന്നൊരു 9:30 മണി കഴിഞ്ഞു. ആ ഒരു സമയം 10 മണിയാണ് തോന്നുന്നു, 10-10:30 ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു. ആ സമയത്തിൽ ഞാനൊരു ഫാമിലിയെ അവർ വെളിയിൽ നിൽക്കുന്നതായിട്ട് കണ്ട് അവർ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ അവർ എൻ്റെ കാറ് കണ്ടപ്പോൾ തന്നെ അവർ വെയിറ്റ് ചെയ്തു, ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുന്നത് വരെ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. നാളെ 2 വർഷമായി ഞങ്ങൾ തലകുത്തരം നോക്കിയിട്ട് വിൽക്കാതെ കിടന്ന് ഞങ്ങളുടെ വസ്തു പല ആൾക്കാരും വന്ന് എഗ്രിമെൻ്റ് വരെ തന്നിട്ട്, അല്ലെങ്കിൽ എന്താ അഡ്വാൻസ് വരെ തന്നിട്ട് കാല് മാറിപ്പോയ അനുഭവങ്ങളായിരുന്നു. പക്ഷേ നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടു. 2 വർഷമായിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ കിടന്ന് ഞങ്ങളുടെ വസ്തു നാളെ ഇടപാടാണ്, പ്രാർത്ഥിച്ചതിന് നന്ദി എന്ന് പറഞ്ഞു. എന്നിട്ട് അവരിങ്ങനെ കൂടെ ഒരു കാര്യം പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല, ആഗ്രഹിച്ചതല്ല, പ്രാർത്ഥിച്ചത് പോലുമല്ല. പക്ഷേ ഞങ്ങൾ ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ തന്നെ ദൈവമായി തന്നെ, അതെങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചില്ല. അവർക്ക് കടങ്ങളുള്ള ആളാണ്, കടബാധ്യതയുള്ളൊരു ഫാമിലിയാണ്. അവർ പറഞ്ഞതാണ്, ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യ മധ്യത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചില്ല, ഞങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ ദൈവം ഞങ്ങൾക്കൊരു ഒരു പുതിയൊരു വാഹനം കൂടെ തന്നു, ഒരു നല്ലൊരു 1-തരം സ്വിഫ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടവുണ്ട്, ആമേൻ. അവരുടെ ഫാമിലിക്കകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവർ എത്ര വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. എന്തെല്ലാം വിഷയമുണ്ടെന്ന് പറഞ്ഞാലും അവർ സമാധാനത്തോടെ കഴിയുന്നു. എന്തെല്ലാം വിഷയമുണ്ടെന്ന് പറഞ്ഞാലും നല്ല അടിപൊളി വാടകയ്ക്ക്, എന്നാലും പോട്ടെ, കുഴപ്പമില്ല, അടിപൊളി 1-തരം ഒരു 2 നില വലിയൊരു വീട്, ഒരു 2000 സ്ക്വയർ ഫീറ്റെങ്കിലും കാണും, നല്ലൊരു വീട്ടിൽ അവർ കഴിയുന്നു. ഹല്ലേലൂയ. വലിയ ഇതൊന്നുമല്ല, അവർ വണ്ടി ഓടുന്ന ആൾക്കാരാണ് കേട്ടോ. സ്തോത്രം. പിക്കപ്പ് ഓടുന്ന ഒരു ഡ്രൈവറിൻ്റെ ഫാമിലിയുടെ കാര്യമാണ് പറയുന്നത്, വേറെ വരുമാനമൊന്നുമില്ല. ഹല്ലേലൂയ. പക്ഷെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഹല്ലേലൂയ. സാഹചര്യങ്ങൾക്കപ്പുറമായി നമ്മെ കരുതുന്ന ദൈവം, ഇടയനായ ദാവീദിനെ രാജാവാക്കാൻ എൻ്റെ ദൈവത്തെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ, കഴുതയെ അന്വേഷിച്ചിറങ്ങിയ ഒരു ശൗലിനെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി എൻ്റെ ദൈവത്തിന് മാറ്റുവാനേ കഴിഞ്ഞെങ്കിൽ, അവൻ അനാഥ പെണ്ണായ എസ്തേറിനെ ഒരു റാണിയാക്കി തീർത്ത് തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അധികാരിയായി ദൈവത്തിന് മാറ്റുവാനേ കഴിഞ്ഞെങ്കിൽ, ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ, ഏതെല്ലാം വേൾഡിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഒരു സാധ്യതകളും ഇല്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മറക്കരുത്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞ കാര്യം മറക്കരുത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ദൈവം വിചാരിക്കുന്നത്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല ദൈവം നിങ്ങളുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് ലോകത്തിൻ്റെ ലിമിറ്റേഷൻസ് അകത്ത് നിന്നുകൊണ്ടായിരിക്കുക, ലോകത്തിന്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടായിരിക്കുക നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ എൻ്റെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. അവൻ പരിമിതികളില്ലാത്ത ദൈവമാ, അവൻ പരിധികളില്ലാത്ത ദൈവമാ. അവനൊന്ന് കൽപ്പിച്ചാൽ കൽപ്പിച്ചതാ, അവനൊന്ന് ചെയ്യാനായിട്ട് നിരൂപിച്ചു കഴിഞ്ഞാൽ, പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ ചെയ്യുന്നവൻ അവൻ. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്യുമെന്ന് മാത്രമല്ല, അവൻ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു വിശ്വസ്തനായ ദൈവം. അവൻ എവിടെയെങ്കിലുമൊക്കെ കഴിഞ്ഞ നാളുകളിൽ അവൻ നിങ്ങളുടെ ജീവിതത്തെ പിശാച് ചഞ്ചലിപ്പിച്ചെങ്കിൽ, അവൻ നിങ്ങളുടെ വിശ്വാസത്തെ ചഞ്ചലിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ, നിങ്ങളുടെ ദൈവത്തിൽ
ജീവിതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റി ജീവിതത്തിലെ പ്രതിസന്ധികൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിനെ പെട്ടെന്ന് ഓഫാക്കുന്ന രീതിയിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രിയിൽ തിരിച്ചു വരുവാൻ, മടങ്ങി വരുവാൻ ദൈവം നിന്നെ വിളിക്കുക. പത്രോസേ, നീ മുങ്ങിപ്പോയി, എങ്കിലും നിനക്ക് വേണ്ടി കൈ നീട്ടുന്നൊരു ദൈവം. ഹല്ലേലൂയ. നീ മുങ്ങി താന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ കാണാതെ പോകുന്നൊരു ദൈവമല്ല. നീ ഒരു അബദ്ധം ചെയ്തു, നീ പരിഹാരകനെ നിന്ന് നിന്റെ പ്രശ്നത്തിലേക്ക് നിന്റെ ശ്രദ്ധയെ തിരിച്ചു. സാരമില്ല, നിന്നെ ഞാൻ കൈക്ക് പിടിച്ച് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം എന്ന് രാത്രിയിൽ അരുളി ചെയ്യുന്നു. പത്രോസ് മുങ്ങാൻ തുടങ്ങിയപ്പോൾ എൻ്റെ നാഥൻ ഓടി വന്ന് പത്രോസിന്റെ കൈക്ക് പിടിച്ച് അവനെ മുങ്ങി താന്നുകൊണ്ടിരുന്ന കടലിൽ നിന്ന് എൻ്റെ യേശു കർത്താവ് പുറത്തു കൊണ്ടുവന്നതുപോലെ ഇന്ന് രാത്രിയിൽ നിങ്ങളിൽ പലരെയും എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. വെറുതെയല്ല, അവൻ്റെ മുഖത്തിലേക്ക് നോക്കുന്നവരെ പ്രകാശിപ്പിക്കുവാൻ, തൻ്റെ കൃപയെ പകർന്ന് തന്നെ അനുഗ്രഹങ്ങളെ നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നിന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാ.